സാധാരണ പലിശ I = PNR അത് വെച്ചിട്ടുള്ള കണക്കുകളാണ് നമ്മൾ ചെയ്തത്. ഇന്നലെ ഇനി വരുന്നത് ഇതിലെ മുതൽ ഇരട്ടിയാവുക, മുതൽ 3 ഇരട്ടിയാവുക, 4 ഇരട്ടിയാവുക എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അത് വരുമ്പോൾ അതിന് വരുന്ന സമയം എത്ര കാലം കൊണ്ടാണ് ആവുക, എത്ര കാലം കൊണ്ടാണ് മുതൽ ഇരട്ടിയാവുക, 3 ഇരട്ടിയാവുക എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്ത് തന്നിട്ടുണ്ടാവും? അവിടെ പലിശ നിരക്ക് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ചോദിക്കും ഇത്ര വർഷം കൊണ്ട് ഇരട്ടിയാവണം, അപ്പൊ പലിശ നിരക്ക് എത്രയായിരിക്കണം. അപ്പോൾ അവിടെ വർഷം തന്നിട്ടുണ്ടാവും. ഏതെങ്കിലും ഒന്നുകിൽ പലിശ നിരക്ക് അല്ലെങ്കിൽ വർഷം തന്നിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇരട്ടി എന്ന് പറയുമ്പോൾ 200 എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അതൊന്ന് അല്ലെങ്കിൽ ഇരട്ടി 2 എന്നുള്ള അർത്ഥത്തിലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇരട്ടി ആവുക എന്ന് പറഞ്ഞാൽ അവിടെ 100നെ ഇപ്പൊ പലിശ നിരക്കാണ് 100നെ കാലം കൊണ്ട് ഹരിക്കുക. അപ്പൊ 100/n എന്ന് വരും. എഴുതി നോട്ട് എഴുതിയെടുത്തോളാം. എത്ര പലിശ നിരക്ക് കൊണ്ട് പലിശ നിരക്ക് ആണ് കാണേണ്ടതെങ്കിൽ 100/n ആണ് വരിക ഇരട്ടിയാവാൻ. എഴുതിയെടുക്കാം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. നമ്മള് പിന്നെ എന്തായാലും LPSTയുടെ ഒക്കെ ചെയ്ത് നോക്കിയ പിന്നെ കണക്കാ കണക്കുകളൊക്കെ ചെയ്ത് നോക്കിയില്ലേ? കുഴപ്പമില്ല. ഓക്കെ. ഇന്ന് നമ്മൾ എടുക്കുന്ന പലിശയായിട്ട് ബന്ധപ്പെട്ട സാധാരണ പലിശയിൽ സാധാരണ വരുന്ന പിന്നെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ വരിക? ഇരട്ടിയാവാൻ എത്ര കാലം എടുക്കും? മുതൽ ഇരട്ടിയാവാൻ, അല്ലെ മുതൽ 3 ഇരട്ടിയാവാൻ, അല്ലെ 4 ഇരട്ടിയാവാൻ എന്നുള്ള ചോദ്യങ്ങൾ വരും. എത്ര കാലം എടുക്കും? കാലം എടുക്കും എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും പലിശ നിരക്ക് തന്നിട്ടുണ്ടോ? അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി? ഇരട്ടിയാവുക എന്നാണ് 100/ പലിശ നിരക്ക് എഴുതി വയ്ക്കുക. എത്ര കാലം കൊണ്ടാണ് എന്നുള്ളത് കണക്കൂട്ടാൻ 100നെ പലിശ നിരക്ക് കൊണ്ട് ഹരിച്ചാൽ മതി. കണക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും. ഇനി എത്ര കാലം കൊണ്ട് ഇരട്ടിയാവും എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് വേണം? അവിടെ 100/6 ആണ് വരിക പലിശ നിരക്ക്. 100/6 എന്ന് വരും. അപ്പൊ ഏകദേശം ഒരു ധാരണയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കാം. അപ്പോഴാണ് കുറച്ചുകൂടി വ്യക്തത വരുന്നത്. ഇക്വേഷൻ പിന്നെ പറഞ്ഞത് ഇരട്ടിയാവണമെങ്കിൽ മുതൽ ഇരട്ടിയാവുമ്പോൾ എന്നുള്ളതാണ്. മുതൽ ഇരട്ടിയാവുമ്പോൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പലിശ നിരക്ക് വരും, അല്ലെങ്കിൽ വർഷം, എത്ര വർഷം കൊണ്ട് എന്ന് വരും. അപ്പോൾ പലിശ നിരക്ക് തന്നിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് ഇരട്ടിയാവുക എന്നാവും ചോദ്യം. വർഷം തന്നിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം പലിശയായിരിക്കും എന്നാവും ചോദ്യം. അപ്പോൾ വർഷം കാണണമെങ്കിൽ 100/r, 100/r, r എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്. പിന്നെ പലിശ നിരക്ക് കാണണമെങ്കിൽ 100/n എന്ന് പറഞ്ഞാൽ അവിടെ വർഷം, എത്ര വർഷം എന്നുള്ള. പിന്നെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിലൊരു കണക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി വ്യക്തത വരുള്ളൂ. നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യം, ഒരു കണക്കാണ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരിക. അപ്പോൾ ഒരു ചോദ്യം എഴുതിക്കോളൂ. ഒരു നിശ്ചിത തുക 5 വർഷം കൊണ്ട് ഇരട്ടിയാകണമെങ്കിൽ പലിശ നിരക്ക് എന്ത്? ചോദ്യം ഒന്നുകൂടി പറയാം. ഒരു നിശ്ചിത തുക 5 വർഷം കൊണ്ട് ഇരട്ടിയാകണമെങ്കിൽ
പലിശ നിരക്ക് എന്ത്? ഇതൊക്കെ നമ്മൾ പറയുന്നത് സാധാരണ പലിശയെ കുറിച്ചിട്ടാണ് എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും വേണം. കൂട്ടുപലിശയല്ല, സാധാരണ പലിശയെ കുറിച്ചാണ് പറയുന്നത്. അതിനൊന്ന് കണ്ടെത്തൂ. ഇരുപതാണോ സാർ? സാറേ 20ആണോ? അതെ അതെ, 20ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുകയ്ക്ക് വലിയ പ്രാധാന്യമില്ല. തുക എത്രയോ ആവട്ടെ. ചിലപ്പോൾ തുക വെറുതെ തരും, ആ തുകയുമ്പോൾ നോക്കി കളിക്കരുത്. അത് നോക്കേണ്ട ആവശ്യമില്ല. തുക എത്രയായാലും 2 ലക്ഷം ആയാലും 100 ആയാലും അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ എന്തേ ആവശ്യമുള്ളൂ? 100/n എന്നുള്ള ഇത് മാത്രമേ നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. എത്ര വർഷം എന്നുള്ളത് ആവശ്യമുള്ളൂ. പലിശ പിന്നെ വർഷം നിന്ന് പലിശ നിരക്കാണ് 100/n എന്ന് ആവശ്യമുള്ളൂ. നേരെ തിരിച്ച് പലിശ കാലമാണ് കാണേണ്ടത് 100/6 എന്നും ആവശ്യമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ സാർ? എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? ചെയ്യാം. അതിൽ ഒരാളും കൂടി ഉണ്ട്, അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തേ ഉള്ളൂ. ഒരാൾ കൂടി ഉണ്ട് അല്ലേ? സാരില്ല, ഇപ്പൊ അയാൾ കമന്റ് ചെയ്തിട്ടില്ല. സാരില്ല, നോക്കാം, കിട്ടിയിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയുള്ളൂ. 3875 രൂപ 3575 3875 3875 അല്ലേ? 10% സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയാവാൻ എത്ര വർഷം എടുക്കും? ഇരട്ടിയാവാൻ എത്ര വർഷം എടുക്കും? പത്ത് വർഷം? യെസ്, 10 വർഷം. ഓക്കെ, രണ്ടാളും ഓക്കെ. ഇനി രണ്ടാളും കൂടി ഉള്ളൂ. അതിനോട് പെട്ടെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, 3ആയി. ഇനി ഒരാളേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ തുക നോക്കേണ്ട ആവശ്യമില്ല. തുകയുമ്പോൾ നമുക്ക് ഒരു ബന്ധമില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇനി ഒരു ചോദ്യം എങ്ങനെയാണ്, 20 വർഷം കൊണ്ട് ഒരു നിക്ഷേപം നാല് മടങ്ങാകണമെങ്കിൽ 4 മടങ്ങാണ്, 4 മടങ്ങാകണമെങ്കിൽ പലിശ നിരക്ക് എത്ര ആയിരിക്കണം? പലിശ നിരക്ക് എത്ര ആയിരിക്കണം?
ചെയ്യാൻ അറിയെങ്കിൽ ചെയ്യുക, അറിയില്ലെങ്കിൽ ഒരു ചെറിയൊരു വിശദീകരണം തരാം. അഞ്ച് ശതമാനം ഓക്കെ, ശരിയാ? അതെ. 5% ആവുമോ അത് നോക്കണം. നാല് മടങ്ങാണ്, സോറി, 4 മടങ്ങാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. മറ്റേത് ഇരട്ടി, ഇത് 4 ആവും അല്ലെ? അത് 4 എന്നുള്ളൊരു കുഴപ്പമുണ്ട്. 4 ആവുമ്പോ 2.5%. അല്ല, അല്ല, ഒരാൾ കമന്റ് ചെയ്തു, എന്താണ് ഞാൻ നോക്കട്ടെ. അല്ല, അയാൾ എഴുതിയതും ശരിയല്ല. എന്താ എല്ലാവർക്കും ക്ലിയർ ആയിട്ടില്ല തോന്നുന്നുണ്ടത്? 10 ആണ് സാർ. 10 അല്ല. 10%. അല്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്നത് മനസ്സിലായി. നമ്മൾ 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 2 ഇരട്ടിയാകുമ്പോൾ 100 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്, ശ്രദ്ധിക്കണം. 3 ഇരട്ടിയാണ് നമ്മൾ 200-നാണ് ഹരിക്കേണ്ടത്. 4 ഇരട്ടിയാണെങ്കിൽ ഏതിനായിരിക്കണം? 4 ഇരട്ടിയാണെങ്കിൽ ഏതിനാണ് ഹരിക്കേണ്ടത്? 300-നെയാണ് ഹരിക്കേണ്ടത്. അതായത് പിന്നെ 100 കുറയ്ക്കുക അല്ലെങ്കിൽ 1 കുറയ്ക്കുക അർത്ഥത്തിലാണ്. ഒരു കൊല്ലത്തിന് 100 വെച്ചിട്ട് കണക്ക് കൂട്ടുക. അപ്പൊ 4 അല്ല, ഒരു ഇരട്ടിക്ക് 100 വെച്ച് കണക്കാക്കുക. അപ്പൊ 3 ഇരട്ടിയെ കണക്കൂട്ടാൻ പറ്റില്ല. ഒരു ഇരട്ടി എന്ന് പറഞ്ഞാൽ മുതൽ തന്നെയാണ്. 4 ഇരട്ടി ആവുക എന്ന് പറഞ്ഞാൽ അതിൽ 1 മുതലാണല്ലോ. ബാക്കി പൈസ കൂടിയത് എത്രയേ ഉള്ളൂ? 3 ഇരട്ടിയേ ഉള്ളൂ. ഒരിരട്ടിക്ക് 100 വെച്ചിട്ട് എത്ര വരും? 300 വരും. ആ 300-നെ നമ്മൾ എന്ത് ചെയ്യണം? എത്ര കൊണ്ട്? 20 കൊണ്ട് ഹരിച്ചാൽ മതി. 300-നെ 20 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 15 എന്ന് ആൻസർ കിട്ടും. 300 എങ്ങനെയാ വന്നത് സാറേ? അതാണ് പറയേണ്ടത്. അപ്പൊ നമ്മള് 100 എങ്ങനെയാ വന്നത് ആദ്യം? ഇരട്ടി. ഇരട്ടിയാകുമ്പോ 200 അല്ലേ വരേണ്ടത്? 100 എങ്ങനെയാ വന്നത്? അതൊന്ന് പോണം. ഒരിരട്ടി എന്ന് പറയുന്നത് ആ മുതൽ തന്നെയാണ്. 2 ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ അതിലൊന്ന് കൂടിയത് എത്രയേ ഉള്ളൂ? കൂടിയത് 1 ഉള്ളൂ. അല്ലെ 100% കൂടിയിട്ടുള്ളൂ അവിടെ. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര കൂടിയിട്ടില്ല? യഥാർത്ഥത്തിൽ കൂടിയത് എത്രയേ ഉള്ളൂ? 2 ഇരട്ടിയെ കൂടിയിട്ടില്ല. കാരണം 1 എന്ന് പറയുന്നത്, ഒരിരട്ടി എന്ന് പറയുന്നത് ആ മുതൽ തന്നെയാണ്. മുതലും പിന്നെ 2 ഇരട്ടിയും കൂടി ആകുമ്പോഴാണ് 3 ഇരട്ടിയാവുള്ളൂ. ഇവിടെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മടങ്ങ് എന്ന് പറയുന്നത് മുതൽ തന്നെയാണ്. ബാക്കി 3 മടങ്ങാണ് കൂടിയിട്ടുള്ളത്. അപ്പൊ 1 മടങ്ങിന് 100 വെച്ച് 100%. 1 മടങ്ങ് പറഞ്ഞാൽ 100%. അപ്പൊ 3 മടങ്ങ് പറഞ്ഞാല് 300. 300. 300% എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. 300% എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ 300/100/20/100 എന്ന് വരും. ആ 100 വെട്ടി പോകണം. ബാക്കിയുള്ളത് എന്തേ വരുള്ളൂ? ബാക്കിയുള്ളത് 300/20. ഓക്കെ, വീണ അങ്ങനെ തന്നെയാണ്. 300/n. 15% അല്ലേ? 300/n. കാലമാണ് 20. ഈറ്റ ഒരു കണക്കൂടി തരാം സാറേ? അതിനെന്താ? 1,00,000 രൂപ. 1,00,000. 1,00,000 രൂപ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് അഞ്ചിരട്ടിയാകുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്ര?
16%. ഓക്കെ. മറ്റുള്ള ആളുകൾ കൂടി ഒന്ന് ചെയ്യും. ഓക്കെ, രണ്ടാൾ കൂടി കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഓക്കെ. കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ചെയ്തു തരാം, പേടിക്കണ്ട. എന്നാ വേണ്ട, അതിന് നമ്മള് ജിതിനെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ എങ്ങനെ കിട്ടിയതെന്ന്. കേൾക്കുന്നുണ്ടോ? അവിടെ മൈക്കൊന്ന്. അതിപ്പോ 1 ലക്ഷം രൂപ 25 വർഷം കൊണ്ട് 5 ഇരട്ടി ആവുന്നുവെങ്കിൽ എന്നല്ലേ പറഞ്ഞത്? അതെ. നേരത്തെ പിന്നെ 4 ഇരട്ടി എന്ന് പറഞ്ഞത്, 4 മടങ്ങ് എന്ന് പറഞ്ഞത് നമ്മൾ 300 എടുത്ത്. അതിൽ 100 ഓൾറെഡി ഉണ്ട്, ബാക്കി 300 നമ്മൾ എടുത്ത്. മനസ്സിലായോ? ഓക്കെ പറഞ്ഞോളൂ. അതേപോലെ ഇത് 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ 500 എടുക്കണ്ട, 400/25 ചെയ്താൽ 16% കിട്ടും. അത്രേ ഉള്ളൂ. അവിടെ എമൗണ്ട് നോക്കണ്ട അല്ലേ? എമൗണ്ട് നോക്കണ്ട, നോക്കിയാ ചെയ്യും. ഇക്വേഷൻ വെച്ച് ചെയ്താൽ കറക്റ്റാ. 400/25. 400/25 16% കിട്ടും. ഓക്കെ ശരി. ഞാൻ വേറെ ചോദ്യം ചോദിക്കുകയാണ്. ഈ കണക്കിന് നിങ്ങൾക്ക് വേറെ രീതിയിൽ ചോദ്യമാക്കി മാറ്റാൻ പറ്റും. ഈ സെയിം ചോദ്യം അതിൽ ചെറിയൊരു മാറ്റം വെച്ചിട്ട് വേറെ ചോദ്യമാക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കണക്കിൽ ഒരു ചോദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി, ഉത്തരം എഴുതലല്ല പണി. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം ഉണ്ടാക്കാൻ കഴിയും. ചോദ്യം ഉണ്ടാക്കാനാണ് പ്രയാസം. അപ്പൊ ഈ ചോദ്യത്തിൽ ചെറിയൊരു ചേഞ്ച് വെച്ചിട്ട് വേറൊരു ചോദ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത് ചോദ്യമാക്കാൻ പറ്റും. 16% വെച്ചിട്ട് എത്ര വർഷം കൊണ്ടാന്നുള്ള അതൊക്കെ സെയിം പാറ്റേൺ തന്നെ, വേറെ ചേഞ്ച്. അത് അംഗീകരിച്ചു, ഞാൻ തെറ്റാണെന്നല്ലേ പറഞ്ഞത്. അതൊരു ചോദ്യം തന്നെയാണ്, അല്ലാന്നല്ല, വേറെ രീതിയിൽ ചെറിയൊരു കുരുക്കിടാവുന്ന രീതിയിൽ. പിന്നെ ഒരു കുരുക്കിട് പറഞ്ഞാൽ ഈ 1 ലക്ഷം അങ്ങനെ കിട്ടുന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ല, 1 ലക്ഷം നമുക്ക് അതല്ല, അതൊക്കെ 1 ലക്ഷം എങ്ങനെ കിട്ടുന്ന എങ്ങനെ ചോദിക്കുക? ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. അതറിയായിട്ടാ ഞാൻ അങ്ങനെ ഷോർട്ടാക്കി പറഞ്ഞു. ചോദ്യം തിരിച്ചിങ്ങനെ ചോദിക്കാം. 1 ലക്ഷം രൂപ 25 വർഷം കൊണ്ട് 5 ലക്ഷം രൂപയായാൽ ചോദിച്ചൂടെ? 1 ലക്ഷം രൂപ 25 വർഷം കൊണ്ട് 5 ലക്ഷം രൂപയായാൽ പലിശ നിരക്ക് അല്ലേ? അപ്പൊ 5 മടങ്ങായില്ലേ? 1 ലക്ഷത്തിന്റെ 5 മടങ്ങല്ലേ 5 ലക്ഷം. അങ്ങനെ ക്വസ്റ്റ്യൻ 16% തന്നെ. അപ്പോൾ ഉത്തരം 16 തന്നെ. ചോദ്യം എങ്ങനെ മാറ്റാന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെയാവും ചോദിക്കാൻ സാധ്യത ഉണ്ട്. നിങ്ങളൊരു കുരുക്കിടാനേ ഈ 4 മടങ്ങുന്നുണ്ടാവില്ല. പകരം 1 ലക്ഷം രൂപ 25 വർഷം കൊണ്ട് 5 ലക്ഷമാകാൻ. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കണം? 5 മടങ്ങാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കുരുക്കിട്ടൂടാ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അതുപോലത്തെ ഒന്ന് സാറ് തന്നു നോക്കൂ. അതല്ല, ഇത് പറയൂ. അങ്ങനെ മാറ്റമുണ്ടോ? അങ്ങനെ സംശയം ഉണ്ടോ? ഇല്ല, അങ്ങനെ ചോദ്യം വരും. അങ്ങനെ ചോദിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഇതേ സെയിം ചോദ്യം എങ്ങനെയും ചോദിക്കാം. എങ്ങനെ ചോദിക്കാം. മാത്സിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മളെ ലോജിക്ക് എപ്പോഴും വർക്കൗട്ട് ചെയ്യണം. ഈ മത്സര പരീക്ഷ എഴുതുന്ന ഒരാൾക്ക് ഏറ്റവും വേണ്ടത് മത്സര ബുദ്ധിയാണ്. ഒന്ന് മത്സര ബുദ്ധി വേണം, പിന്നെ ലോജിക്ക് വേണം. മത്സര ബുദ്ധിയൊക്കെ നിങ്ങൾക്ക് കുറച്ച് കുറവാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. തുറന്നു പറയുകയാണ്. കാരണം ഞങ്ങളത് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. മാത്സിന്റെ കാര്യത്തിൽ കുറച്ച് വൈകട്ടോ. മാത്സ് മാത്രമല്ല, മൊത്തത്തില്
ബാക്കി ഞങ്ങളെന്നാ മേക്കപ്പ് ചെയ്ത് എടുത്താൽ മതി. ഞാൻ മേക്കപ്പ് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്തു തരും. അതിന്റെ ടെക്നിക്കൊക്കെ അറിയാം. അതെ. അപ്പൊ നിങ്ങളെ ഞാൻ കൃത്യമായി ഓരോരുത്തരും വിലയിരുത്തുന്നുണ്ട്. എൻ്റെ അടുത്ത് കൃത്യമായ പിന്നെ കണക്കുകൾ ഓരോരുത്തരെ കുറിച്ചുണ്ട്. ഞാനത് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പേഴ്സണലായിട്ട് അറിയില്ല, ഒക്കെ ശരിയാ. പക്ഷെ നിങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട്. അപ്പൊ ആയിക്കോട്ടെ, ഇത് നമുക്ക് ഇഷ്ടംപോലെ. നിങ്ങളെ ഒരു എപ്പോഴും ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ആലോചിക്കേണ്ടത്. എപ്പോഴും കണക്കില് ഉത്തരമല്ല വേണ്ടത്, ക്വസ്റ്റ്യൻ 4 ഉണ്ടാക്കാൻ പറ്റുമോ, ഞങ്ങൾ രക്ഷപ്പെട്ടു. മനസ്സിലായോ? 4 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന കുട്ടിക്ക് ഏത് ഉത്തരം എഴുതാൻ കഴിയും, അതാണ് സത്യം. ഉത്തരം എഴുതലല്ല പ്രയാസം, ചോദ്യം ഉണ്ടാക്കലാണ് പ്രയാസം. ഇതിന് പല ഘടകങ്ങൾ നോക്കാനുണ്ട്. അപ്പൊ നമ്മളെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യും. ചോദ്യം എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുമോ? ചോദ്യം ചോദിക്കുന്ന ഒരു കുട്ടിക്ക് ഉത്തരം ഈസിയാണ്. നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാക്കാൻ ഈസിയാന്ന് വിചാരിക്കേണ്ടത് നിങ്ങൾ അല്ല. ഉത്തരം എഴുതുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ചോദ്യം ഉണ്ടാക്കാൻ കണക്കിന്. അപ്പൊ നിങ്ങൾ ഒരു ശ്രമം നടത്തി നോക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പൊ അതൊക്കെ ഇതിൽ ജിതിൻ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ സംഖ്യകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം, വർഷങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ലല്ലോ? ഇല്ല. സാറ് പറഞ്ഞ രീതിയിൽ ഒരു കണക്കൂടി തന്നോ? ഈ 1 ലക്ഷം 5 ലക്ഷം എന്ന് പറഞ്ഞില്ലേ? അതിനെന്താ എഴുതിക്കോ, പിന്നെ 10,000 രൂപയ്ക്ക് എഴുതിക്കോ. ചോദ്യം 10,000 രൂപയ്ക്ക്, അല്ല 10,000 രൂപ 10 വർഷം കൊണ്ട് ₹30,000 പലിശ നിരക്ക് എന്തായിരിക്കണം? %20. ഓക്കെ, ഇതിനെ ചാറ്റ് ചെയ്താൽ മതി. മറ്റുള്ളവർക്ക് ശല്യമുള്ള വിചാരിച്ചിട്ടാണത്. ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. എനിക്ക് ചാറ്റ് ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പം ഉണ്ടായിരുന്ന കുഴപ്പമില്ല, മറ്റുള്ളവരൊന്നും കാരണം അറിയോ, അത് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വർക്ക് ചെയ്യില്ല. ആ കുഴപ്പം നമ്മളെ ബ്രെയിനിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മടി പിടിക്കും. ബ്രെയിൻ ഭയങ്കര മടിയനാണ് യഥാർത്ഥത്തിൽ നമ്മളെ ബ്രെയിൻ. അതിനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കഴിവ്. പരമാവധി ഉപയോഗിക്കാൻ കഴിയും. എന്നാ എവിടെ എത്താം, ഏത് പൊസിഷനിലും നിങ്ങൾക്ക് എത്താം. ബ്രെയിനിനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും, വർക്ക് ചെയ്യിക്കാൻ കഴിയും. വണ്ടി പിടിക്കരുത്. ഓക്കെ, ഓക്കെ. യെസ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് ഇല്ല? ഇനി ഇതിൽ കണക്ക് ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് കിട്ടിയ ചെയ്യില്ലേ? നിങ്ങൾക്ക് ചെയ്യാനറിയാം. അപ്പൊ ഞാൻ ഇനി അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇനി ഒരു ചോദ്യം, ഇങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. ഒരു ചോദ്യം നോട്ട് ചെയ്തോളൂ. ഒരു നിശ്ചിത തുകയ്ക്ക്
5% പലിശ നിരക്കിൽ ഒരു നിശ്ചിത നിരക്കിൽ ഒരു നിശ്ചിത തുകയ്ക്ക് 5% പലിശ നിരക്കിൽ 4 വർഷത്തേക്കുള്ള പലിശ 4 വർഷത്തേക്കുള്ള ഒരു നിശ്ചിത തുകയ്ക്ക് വേണ്ട എന്താ സാറ്? ഒരു നിശ്ചിത തുകയ്ക്ക് 5% പലിശ നിരക്കിൽ 5% പലിശ നിരക്കിൽ 4 വർഷത്തേക്കുള്ള പലിശ 4 വർഷത്തേക്കുള്ള പലിശ ആ 48 രൂപ ആയാൽ 48 രൂപ ആയാൽ അഞ്ച് വർഷത്തേക്ക് 4% പലിശ നിരക്കിലുള്ള 5 വർഷത്തേക്ക് 4% പലിശ നിരക്കിലുള്ള പലിശ കണക്കാക്കുക. വീണ ഉത്തരം ശരിയല്ല, ഒന്നുകൂടി ചെയ്യും. അറിയില്ല. ഓക്കെ, പറയാം. സാറത് സെയിം തന്നെയല്ലേ വരിക? 48 തന്നെയല്ലേ വരിക? സെയിം ആണ് വരിക. ഇതാണ് ശരി. എനിക്ക് 48 കിട്ടിയത്. ഞാൻ പിന്നെ അതാണ് ശരി. പറയാൻ പഠിച്ചിരുന്നത്.
ഇവിടെ 55 പറഞ്ഞു, അതുകൊണ്ട് ഞാൻ തെറ്റാണെന്ന് പറഞ്ഞത്. 48 തന്നെയാണ് വരുന്നത്. അതൊക്കെ തന്നെയാണ്. കാരണം എന്താണ് 5 × 4 20 4 × 5 20 തന്നെയാണ്. കാരണം ഐ പി എൻ ആർ എന്നല്ലേ, മുതലിൽ മാറ്റമില്ല. മുതലിൽ മാറ്റമില്ലല്ലോ. മുതലിൽ മാറ്റമെങ്കിൽ വ്യത്യാസം, മുതലിൽ മാറ്റം ഒരേ സൈൻ തന്നെയാണ്. അപ്പൊ 5 വർഷത്തേക്ക് 4% ആയാലും കുഴപ്പമില്ല, 4 വർഷത്തേക്ക് 5% ആയാലും രണ്ടും ഒന്ന് തന്നെയാണ്. അത് ചിലപ്പോൾ നിങ്ങളെ കളിപ്പിക്കാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നിങ്ങളെ പിന്നെ അവിടെ കണക്ക് ചെയ്യാൻ മെനക്കെടരുത്, ഉത്തരം ആണ് എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് 4 5 5 4 അല്ലെങ്കിൽ 5 6 6 5 എന്നുള്ള രീതിയിൽ വന്നാലല്ലേ ആണെങ്കിൽ അത് സെയിം ആവില്ല. തുക മാറിക്കഴിഞ്ഞാൽ വ്യത്യാസം വരും, തുകയിൽ മാറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഒരു പ്രശ്നമില്ല. തുകയല്ല, പലിശയിലോ അല്ലെങ്കിൽ ശതമാനത്തിലോ വർഷത്തിലോ മാറ്റം വന്നാലും മാറൂലേ? മാറാം അങ്ങോട്ടും കറക്റ്റ് അല്ലെങ്കിൽ മാറാം. അതാണ് അത് മാറാം. പക്ഷെ ഇത് അങ്ങനത്തെ ചോദ്യം ചോദിക്കില്ല, നിങ്ങളെ കളിപ്പിക്കാനുള്ള ചോദ്യമല്ലേ. നിങ്ങൾ അപ്പൊ അവർക്ക് പേനും പെൻസിലൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് കണക്കൂട്ടാൻ നിൽക്കും. അവിടെ കണക്കൂട്ടേണ്ട യാതൊരു എമൗണ്ട് എന്ന ആൻസർ മാറും സാറേ. എന്താണ്? ഒരു നിശ്ചിത തുകയ്ക്ക് പകരം അവിടെ ഒരു എമൗണ്ട് തരുവാണെങ്കിലേ തുക എമൗണ്ട് തരാണെങ്കിൽ മാറില്ല. ഇപ്പൊ 5000 തരികയാണെങ്കിൽ മാറില്ല. ഒരു സ്ഥലത്ത് 5000 പിന്നെ ഒരു 6000 ആകുമ്പോഴേ തുക മാറിയാൽ മാത്രം മാറും. 5000 രൂപയ്ക്ക് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. 5000 രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥമല്ലാതെ മാറും. കാരണം എന്താ, പിയും തന്നു, എന്നും തന്നു, ആറും തന്നു അല്ലേ? അതെ. ഏതെങ്കിലും 2 തന്നു മൂന്നാമത്തെ കാണാനല്ലേ പറയേണ്ടത്. അല്ലെങ്കിൽ 3 തന്നിട്ട് 4 പിന്നെ ഐ കാണാൻ പറയാം. പക്ഷെ 3 തന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സാധ്യത ഇല്ല. സാറേ ഇത് ഞാനങ്ങനെ ചെയ്തെന്ന് വെച്ചാല് 48 48 4 കൊണ്ട് ഹരിച്ച്, അപ്പൊ 12 കിട്ടി. 12 എന്ന് പറയുന്നത് 5%. അപ്പൊ 24 10% 200. ഇതിന്റെ ലോജിക്ക് ഇത് കണക്കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാല് 5 വർഷത്തേക്ക് 4% എന്ന് പറഞ്ഞാലും 4 വർഷത്തേക്ക് 5% എന്ന് പറഞ്ഞാൽ സെയിം ആണ്. കാരണം 4 ഐ പി എൻ ആർ ആണ്. 4 × 5 20 ആണ്, 5 × 4 20 ആണ്. പിന്നെ കണക്കൂട്ടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഐഡിയ മനസ്സിലായോ? കണക്കൂട്ടിയിട്ടാണ് കറക്റ്റ് ഇതിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. കണക്കൂട്ടാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സാധാരണ പലിശ വിടാൻ പോവാണ് കൂട്ടുപലിശ. കൂട്ടുപലിശയില് എന്താണ് സമവാക്യം എന്നറിയോ നിങ്ങൾക്ക്? കൂട്ടുപലിശ സമവാക്യം A = P × I + R / 100 (n) എന്നുള്ള സമവാക്യം ഉണ്ട്. കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? P × I + R / 100 (n). ഞാൻ വേണമെങ്കിൽ വൈറ്റ് ബോർഡിൽ ഒന്ന് എഴുതി തരാം. എ എന്നാണ് വരുന്നത് കേട്ടോ. എ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ പലിശയടക്കം മുതലാണ് കേട്ടോ. വെറും പലിശ അല്ല, പലിശയടക്കം മുതൽ. അതിനാണ് എ എന്ന് പറയുക, എമൗണ്ട്. അപ്പോൾ ഇവിടെ പലിശ മാത്രമല്ല, അതിനെന്തും കൂടി ഉണ്ടാവും, മുതലും കൂടി ഉണ്ടാവും എന്നുള്ള ഓർമ്മ വേണം. P × 1 + 1 + R / 100. എങ്ങനെ ഓൾറൈസ് ഇവിടെ എഴുതാനാണ് പ്രയാസം. അവിടെ ആ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഓൾറൈസ് ചെയ്യാൻ നിങ്ങളെ ചേർത്താൽ മതി. ഇതിൽ വൈറ്റ് ബോർഡിൽ അങ്ങനെ എഴുതാൻ കഴിയുന്നില്ല. ഓൾറേഷൻ നിങ്ങൾ ചേർക്കില്ലേ? ഇനി ഓരോന്നോരോന്ന് എടുക്കാം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? പലിശയടക്കം മുതൽ. പലിശയടക്കം മുതലാണ് എ.
പി എന്ന് പറഞ്ഞാൽ എന്താണ്? മുതലാണ്. 1 1 തന്നെയാണ്. പിന്നെ R എന്ന് പറഞ്ഞാൽ പലിശ നിരക്കാണ്. പിന്നെ ഓൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം, വർഷം, എത്ര വർഷം എന്നുള്ളത്. ഇതാണ് സമവാക്യം. ഈ സമവാക്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഐഡിയ കിട്ടിയ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യുമ്പോൾ കാണാനില്ല. കാണുന്നില്ലേ? എനിക്ക് മാത്രമാണോ പ്രശ്നം അങ്ങനെ? അറിയില്ല, ഞാൻ ഇത് കുറച്ച് കൂട്ടി നോക്കാം. ഇപ്പൊ കാണില്ല. അവിടെ ആഡ് ടെക്സ്റ്റ് എന്ന് മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും കാണാനില്ല. ആഡ് ടെക്സ്റ്റ് എന്നുള്ളതിന്റെ വലിപ്പം കൂടി വേറെ ഒന്നും കാണാനില്ല. അങ്ങോട്ട് നീക്കിയാ മതി. ഇപ്പൊ കാണുന്നില്ലേ? ഇതിന് കാണുന്നില്ല അത്? എനിക്ക് കാണുന്നുണ്ട്. സാറേ എ സമം പലിശ അടക്കം മുതല്, പിന്നെ അടുത്തത് എന്തായിരുന്നു? പി. ഇത് പ്രോപ്പർട്ടി മുതല്. പി മുതലാ. പിന്നെ ഒന്നെന്താന്ന് പറഞ്ഞിരുന്നല്ലോ? ഒന്നെന്തായിരുന്നു? ഒന്ന് തന്നെ. പിന്നെ 6 പലിശ നിരക്ക്. പിന്നെ ഓൾ റൈസ് ടു n. ആ ബ്രാക്കറ്റിന്റെ മുകളിൽ n എന്ന് ചേർക്കുക, മുകളിലായിട്ട്. വലതു ഭാഗത്ത് മുകളിലായിട്ട് n ചേർക്കപ്പെടെ എഴുതാൻ കഴിയുന്നില്ല. ഒന്നുകൂടെ പറയോ? എന്നാൽ ഇക്വേഷൻ എന്താ? a സമം p എന്ന് എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക. 1 പ്ലസ് r/100. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഓൾ റൈസ് ചെയ്യാം. അത് വെച്ചിട്ടാണ് കൂട്ടുപലിശയുടെ ഏത് കണക്കും ചെയ്യുക. ഈ ഓൾ റൈസ് ഈ പി ഒക്കെ പെടൂലല്ലേ? പെടൂല. പി വേറെയാണ്. പി പെടൂല. ഓൾ റൈസ് എന്നിട്ട് പിന്നെ 1 വരും, 6 വരും, വേറെ മറ്റൊന്നും വരില്ല. 100 പെടൂല. 100 വരും. 100 ഓൾറെഡി r/100 അത് വരും. ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതൊക്കെ വരും. അത് അങ്ങനെയല്ല. n ഓൾ റൈസ് ടു n ആണ് വീണ. അവിടെ ഇൻറ്റു n അല്ല, എന്നുള്ളത് മുകളിലാണ് വരേണ്ടത്. അവിടെ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല, അതാണ്. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ റെക്കോർഡ് ക്ലാസ് പിന്നെ ക്ലിയർ ആക്കി തരാം. ഓക്കെ. ചാറ്റിൽ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതാണ്. ഓക്കെ. അപ്പൊ അതിലിപ്പോ അത്രേ പറയാനുള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ 1-2 കണക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിൽ മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് കൂടുതൽ വരും കേട്ടോ, കാരണം കുണിച്ച് എഴുതാം. അതാണ് ഒരു പണിയുള്ളത് ഇതില്. ബാക്കിയൊന്നും പ്രശ്നമില്ല. ഒരു കണക്ക് എഴുതിക്കോളൂ. ഒരാൾ 6000 രൂപ %% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഒന്നുകൂടി പറയോ? ഒരാൾ 6000 രൂപ 10% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 3 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ കിട്ടും? ഇപ്പൊ പിന്നെ എല്ലാ ബാങ്കും ഇതൊക്കെ കൂട്ടുപലിശ കണക്കാക്കുന്നുള്ളൂ. സാധാരണ പലിശ എവിടെയും കണക്കാക്കുന്നില്ല കേട്ടോ. ഒക്കെ ഇങ്ങനെ നമ്മളെ കണക്കിനിങ്ങനെ പറയണമെന്നേ ഉള്ളൂ. ബാങ്കുകളൊക്കെ അതെന്നോ കിട്ടും, എല്ലാം കൂട്ടുപലിശ. അപ്പൊ ഇതിൽ കാണേണ്ടത് ഇപ്പൊ ഏതാ? പലിശ അടക്കം മുതൽ തന്നെ.
തിരികെ കിട്ടുക പലിശയും മുതലും കിട്ടൂലേ? ആ അപ്പൊ അല്ലേ? അത് പലിശ എത്ര ചോദിച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എ കണ്ടിട്ട് അതിന്ന് പി കുറയ്ക്കണം. അത് ചോദിച്ചില്ല, ഇവിടെ പലിശ അടക്കം മുതൽ തന്നെ ചോദിച്ചതുകൊണ്ട് സൗകര്യമായി. ഈ 10% എന്ന് പറയുന്നല്ലേ 10/100 വരിക? അതെ അതെ. മൂന്ന് വർഷമല്ലേ? ഉം. ഈ അല്ലേ 3? ആ എന്നാണ് 3. ഓക്കെ. ഇപ്പൊ 7,800 സാർ? ചെറിയൊരു മാറ്റമുണ്ട്, കുളിച്ചപ്പോൾ പറ്റിയ ഫാൾട്ടാവും. $801? ഇല്ല, ഗുണിച്ചൊന്ന് ഗുണിച്ചു നോക്കൂ, ചെറിയൊരു മാറ്റം ഉണ്ട് അതിൽ. നമ്മിത് ഒന്നുകൂടി ക്ലിയർ ആക്കണം. സമയം എടുക്കേണ്ട ആവശ്യമുള്ളത്? 7,200? അല്ല, ചെറിയൊരു മിസ്സിങ്. ഇവിടെ ശ്രദ്ധിക്കുക,
ഇങ്ങനെ കണക്ക് വരും 6000 ഇൻറ്റു പിന്നെ ഓൾറേസ്റ്റ് എന്നുള്ള ഓൾറേസ്റ്റ് 3 വരും. അപ്പൊ 3 പ്രാവശ്യം ഗുണിച്ചാൽ മതി. എങ്ങനെ ഗുണിക്കണം? 1 + r/100 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 110/100 വരില്ലേ? 1 + 10/100 അപ്പൊ 110/100 അല്ലേ? അപ്പൊ എങ്ങനെ വരും? 6000 ഇൻറ്റു 110/100 ഇൻറ്റു 110/100 ഇൻറ്റു 110/100. ഇനി നമ്മൾ വെട്ടിച്ചെറുതാക്കി എന്ത് വരും? മുകളില് 6 മാത്രമേ 3 പൂജ്യം ഒഴിവായി കിട്ടും. താഴെ എന്താണ് 100/100/100 ഒഴിവായി കിട്ടും അല്ലേ? വെട്ടിച്ചെറുതാ പൂജ്യങ്ങൾ വെട്ടി നോക്കൂ. താഴെ മേലുള്ള വെട്ടിയാ അങ്ങനെ വരിക. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 6x11x11x11 6x11x11 എന്ന് വരും. 11 121 121നെ 11 കൊണ്ട് ഗുണിച്ചാൽ 1331 1331 വരും. ആ 1331നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7986. 110 എങ്ങനെയാ സാറേ വന്നത്? 1 + r/100 1 + 10/100 അത് എത്രയാ? 110/100 ആണ്. ഓക്കെയോ? അതായത് 100 കൂടി 10% കൂട്ടിക്കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഈ 1+ അത് വല്ലാതെ ബേജാറാവില്ല. യഥാർത്ഥത്തിൽ 25% ആണെങ്കിൽ 125/100 എഴുതുക. ഇതിന് മനസ്സിലായോ? നോക്കട്ടെ, വെട്ടിച്ചുരുക്കി. 5% 105/100 എന്ന് എഴുതുക. 20% 120/100. ഇത്രേ ഉള്ളൂ. ഇപ്പൊ എത്ര ആൻസർ വരുന്നത്? 7986. യെസ്, അതന്നെ. ഇനി ഒരു കണക്ക് എഴുതിക്കോളൂ. ഒരാൾ 5% സാറേ ഒന്ന് വെയിറ്റ് ചെയ്യോ? നോട്ട് വേറെ നോട്ട്. മറ്റുള്ളവർ എഴുതിക്കോളൂ. പിന്നെ ഇതിന് വരുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി. ഒരാൾ 5% കൂട്ടുപലിശ നിരക്കിൽ ബാങ്കിൽ 8000 രൂപ നിക്ഷേപിക്കുന്നു. എങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് കൂട്ടുപലിശ ഇനത്തിൽ ലഭിക്കുന്ന തുകയെന്ത്?
ഓക്കെ. ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയാ സാർ. ആ ആരാ ശുഭ ഒന്ന് പറഞ്ഞു കൊടുക്കും ഇതിന് ചോദ്യം. ഹലോ സാർ. ആ ചോദ്യം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഇതിന്. ഒരാൾ 5% കൂട്ടുപലിശ നിരക്കിൽ ഒരാൾ കേൾക്കുന്നില്ലേ? 5% ആ കൂട്ടുപലിശ നിരക്കിൽ ഓക്കെ ബാങ്കിൽ 8,000 രൂപ നിക്ഷേപിക്കുന്നു. 1000 രൂപ നിക്ഷേപിക്കുന്നു. എങ്കിൽ 2 വർഷം കഴിയുമ്പോൾ കൂട്ടുപലിശ നിരക്കിൽ അയാൾക്ക് കിട്ടുന്ന തുക എത്ര? കൂട്ടുപലിശ നിരക്കിൽ അയാൾക്ക് കിട്ടുന്ന തുക ആ തുക എത്ര? ഒരാൾ 5% കൂട്ടുപലിശ നിരക്കിൽ ബാങ്കിൽ 8,000 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിയുമ്പോൾ കൂട്ടുപലിശ നിരക്കിൽ അയാൾക്ക് കിട്ടുന്ന തുക. ഓക്കെ. നേരത്തെ അതേ ഇക്വേഷൻ അല്ലേ സാർ? അത് വെച്ച് ചെയ്താൽ മതി. ആ ശുഭ ചോദ്യം ഒന്നുകൂടി വായിക്കണം. ഇത്ര ഏകദേശം അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ പലിശ മാത്രമാണോ ചോദിച്ചത്? ചോദ്യം വായിക്കുക, അപ്പൊ മനസ്സിലാവും. ഞാൻ ലഭിക്കുന്ന തുക എത്ര ക്വസ്റ്റ്യൻ എഴുതുന്നത്. അല്ലല്ല ചോദ്യം ചോദിക്കും. അതുപോലെ ചോദ്യം ശ്രദ്ധിക്കണം. കേട്ടോ തുകയല്ലേ? ആ പലിശ മാത്രം കണക്കൂട്ടിയാൽ മതി. 8,000 കുറച്ചാൽ മതി. ഓക്കെ. സാർ ഇത് 12/100 ഇൻറ്റു അങ്ങനെയാണോ വരിക? എന്താ എവിടുന്ന ഈ 12 കിട്ടിയത്? ഈ 5 ഒന്നും 6 ഞാൻ പറഞ്ഞില്ലേ 5% 105%, 105/100 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഒന്നൊക്കെ ആ ഇക്വേഷൻ വിട്ടേക്കോ. ഇക്വേഷനെ കുറിച്ച് ബേജാറാവണ്ട. 5% എന്നല്ലേ. അപ്പൊ 105/100 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 105/100 ഇൻറ്റു 105/100 2 വർഷത്തേക്കല്ലേ. ഒന്നോ ഒന്ന് വിട്ടേക്കോ. 1 + 6/100 എന്നുള്ളതാണ് 105/100 മാറുന്നത്. മനസ്സിലായി? 1 + 5/100 105/100. ഒന്ന് മൈൻഡ് ചെയ്യണ്ട. അതാവും നല്ലത് കണക്ക് ചെയ്യാൻ. 5% 105% കണക്കൂട്ടിയാൽ മതി. 10% 110%. ഇക്വേഷൻ വിട്ടേക്കോ. അപ്പോ എന്തുവരും? 8,000 ഇൻറ്റു 105/100 ഇൻറ്റു 105/100. അപ്പൊ 105 105 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു 10 കൊണ്ട് വെച്ചാൽ പ്രശ്നം തീരും. ബാക്കിയുള്ളൊക്കെ വെട്ടിപ്പോയിട്ടുണ്ടാവും.
8420 8,820. 8,800 ആ, മുതലടക്കം പലിശ അടക്കം മുതല്. പിന്നെ അതിന് മുതൽ കുറയ്ക്കണം, കാരണം പലിശ കണക്കാക്കുന്നുള്ളൂ. പലിശ കണക്കാക്കുമ്പോൾ 820 എന്ന് കിട്ടും ആൻസർ. കുറിച്ചപ്പോ എവിടെയെങ്കിലും ചെറിയ 8,820 8,820 വരും പലിശ അടക്കം മുതല്. അതിന് മുതൽ കുറയ്ക്കണം, 8,000 കുറയ്ക്കണം, പലിശനെ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ 820 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ ഇല്ലേ? അപ്പൊ നമ്മളിന്ന് ഇത്രയും ഭാഗങ്ങളെ എടുക്കുന്നുള്ളൂ. ഇതിനൊന്നുകൂടി ചെയ്താൽ മതി, അത് ഓക്കെ ആവും കേട്ടോ. 105 105 വിളിച്ച് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഒരു 0 അങ്ങോട്ടും കൂടെ മാറ്റേണ്ടി അത്രേ ഉള്ളൂ. 105 105 എത്ര കിട്ടിയത്? അത് ചെയ്ത് നോക്കട്ടെ. അവിടെയാണ് ചെറിയത്. അത് ചെയ്താൽ മതി. നമുക്ക് തൽക്കാലം ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നാളേക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പം നമുക്ക് തീർക്കാം. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. Okay, thank you, sir. Good night. Good night.